ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് സൗദിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ മൊബൈലിൽ ഇതുപോലുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. യുവർ അഡ്രസ് യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ സൗദിയിൽ താമസിക്കുന്ന അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഗവൺമെൻറ് വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം പലരും ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിൽ വന്ന മെസ്സേജിലെ ലിങ്കിൽ നിന്നോ അല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിന്നോ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാം. അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോർ ഇൻഡിവിജ്വൽ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ അഡ്രസ് ഇൻഫർമേഷനിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ റീജിയൻ ഏതെന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് സിറ്റി സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കോളത്തിൽ നമ്മുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല നിൽക്കുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. നാലാമത്തെ കോളത്തിൽ നമ്മുടെ ബിൽഡിംഗ് നമ്പർ ഇതുപോലെ ഒരു പച്ച ബോർഡിൽ 4 ബിൽഡിംഗ് നമ്പർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചുമരിലോ മതിലിലോ ഒക്കെ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മാപ്പ് ഓണായി വരും. ഈ മാപ്പിൽ നിന്ന് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇത് സൂം ചെയ്തിട്ട് വന്നാൽ നമ്മുടെ ലൊക്കേഷനിൽ കറക്റ്റ് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബിൽഡിംഗ് നമ്പേഴ്സ് കാണാൻ സാധിക്കും. അതിൽ നിന്നും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നമ്പർ ഇതുപോലെ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് നമ്പർ അവിടെ സ്പോട്ട് ചെയ്യും. തുടർന്ന് വെരിഫൈ എന്നുള്ളതിൻ്റെ താഴെ കറൻറ്റ് അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യും. അതിന് താഴെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷനാണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ സൗദി എന്നുള്ളത് നോൺ സൗദി എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഇക്കാമയുടെ എക്സ്പയറി ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഡേ, മന്ത്, ഇയർ എന്ന ഫോർമാറ്റിൽ ഇവിടുന്ന് ഇക്കാമയുടെ എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യാം. അതിന് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത കോളത്തിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിന് താഴെയായിട്ട് നമ്മുടെ റെസിഡൻസ് ഇൻഫർമേഷനാണ്. നമ്മൾ താമസിക്കുന്ന വില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്മുടെ പേരിലാണോ റെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ് ഓർ നോ അവിടെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് അപ്പാർട്ട്മെൻറ്റ് നമ്പർ, നമ്മുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല ഇവിടെ നമ്പർ എത്രയെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മുടെ മൊബൈലിലേക്കൊരു SMS കോഡ് വരും. ആ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടെ കാണാം. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് നൗഷാദ്.